ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ടിക്ക റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഓവനില്ലാതെ എങ്ങനെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ ചിക്കനാണ്. ഇത് ബോൺലെസ് പീസാണ്, ചിക്കൻ്റെ ബ്രസ്റ്റാണ്. അപ്പോൾ അതൊരു 1/2 കിലോനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ജിഞ്ചറും ഗാർലിക്കും ഈക്വൽ അളവിലെടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡറും ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ച് ആവശ്യമുണ്ട്. അതൊരു 1/2 ടീസ്പൂണ്, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ആയാലും മതി. അതിൻ്റെ രുചി ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത്, ഇത് വറുത്ത് പൊടിച്ച പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് യോഗട്ട് ചേർത്ത് കൊടുക്കാം. യോഗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈരായാലും മതി. അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ട തൈര് വേണം ചേർക്കുമ്പോൾ, വെള്ളമൊക്കെ തീരെ ഇല്ലാത്ത നല്ല കട്ട തൈര് വേണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരിമേത്തിയുടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് നോക്കാം. എല്ലാം കറക്റ്റാണ്. അപ്പോൾ പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലാതെ കുറച്ച് തൈര്, യോഗട്ട്, തൈര് അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 3 മണിക്കൂർ, മിനിമം ഒരു 20 മിനിറ്റെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഞാനൊരു 3 മണിക്കൂർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്കത് മെല്ലെ അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് ടിക്ക ഉണ്ടാക്കുമ്പോൾ പാനിലൊട്ടും തന്നെ എണ്ണ ഒഴിക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തൈരൊക്കെ ചിക്കന് നന്നായി കോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഒട്ടായിക്കാണ് ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നത്. അതുപോലെ നമ്മൾ കുറച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം വരും. അപ്പോൾ നമ്മളത് വറ്റിയതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമുക്കിതുപോലെ വെള്ളം വന്നിരിക്കണം കാണാം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ ഇതേപോലെ വെള്ളമൊക്കെ നന്നായി വെറ്റിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്കതിന് മേലെ ഒന്ന് ഇളക്കി മറിച്ചിട്ടതിന് ശേഷം നമുക്കതിന് മേലെ ചെറുതായിട്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ചെറുതായി മതി. ഇനി നമുക്കിത് ഇത് ജസ്റ്റ് ഇങ്ങനെ അടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കരിഞ്ഞ് വരണം. ഒരു ബ്ലാക്ക് കളർ വന്നാലാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു ഇത് കിട്ടുക. അപ്പോൾ നമ്മളിത് നല്ല സ്ലോ ആയിട്ടുള്ള തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനിതൊരു 5 മിനിറ്റിന് വീണ്ടും വന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഓരോ സൈഡും മറിച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഓവനൊന്നും വേണമെന്നില്ല ചിക്കൻ ടിക്ക ഉണ്ടാക്കാനായിട്ട്.